3. CA ആന്റണി എണ്ണി. വേണ്ട സർ, ലെനി മുതലാളിയെ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ലോക്കപ്പിൽ കയറാം. മുഖത്ത് ഗ്രീസ് പൂശി നിന്നിരുന്ന കണ്ടെയ്നർ സാബു വിളിച്ചു പറഞ്ഞു. ആ സംഘത്തിൽ നിന്നൊരു പെറുറുക്കലുണ്ടായി. കണ്ടെയ്നർ സാബു അത് ശ്രദ്ധിച്ചില്ല. പകരം സെല്ലിലേക്ക് കാൽ വെച്ചു. CA ആന്റണി റിവോൾവറിന്റെ ട്രിഗറിൽ നിന്നും കൈ പിൻവലിച്ചു. വലത്തേക്ക് കറങ്ങിയ സിലിണ്ടർ പൂർവ്വസ്ഥിതിയിലായി. എന്നാൽ കുരങ്ങിനെ പോലെ കൂട്ടത്തിൽ ഒരാൾ മേലേക്ക് കുതിച്ചു. ടിപ്പർ ഡ്രൈവർ ശെൽവം. ഭിത്തിയിൽ കാൽകുത്തി ഒന്ന് മലക്കം മറിഞ്ഞ് അയാൾ ആന്റണിയുടെ മേൽ വന്ന് വീണു. ഒരു ചാക്കുകെട്ട് പോലെ. അത് അപ്രതീക്ഷിതമായിരുന്നു. ആന്റണി വേച്ചുപോയി. റിവോൾവറിന്റെ ലക്ഷ്യം മാറി. ലെനിന്റെ ഷർട്ടിന്റെ കോളർ കീറിക്കൊണ്ട് ആന്റണി തറയിൽ വീണു. അയാളുടെ പുറത്തേക്ക് ചാടിയ ശെൽവം ഉടുമ്പിനെ പോലെ ആന്റണിയെ അള്ളിപ്പിടിച്ചു. അടുത്ത നിമിഷം റിവോൾവർ അയാൾ തട്ടിത്തെറിപ്പിച്ചു. ഭഗവതിയപ്പൻ അത് ചാടിയെടുത്ത് ആന്റണിക്ക് നേരെ ചൂണ്ടി. ഇനി നീ അനങ്ങിയാൽ നിന്റെ അണ്ണാക്കിൽ പൊട്ടാസ് പൊട്ടിച്ച് കളിക്കുന്നത് ഞാനായിരിക്കും. ആന്റണി പകച്ചുപോയി. സ്ത്രീകളുടെ സെല്ലിന് മുന്നിൽ നിന്ന് CAയെ രക്ഷിക്കാൻ മുന്നോട്ട് നീങ്ങിയ കോൺസ്റ്റബിൾ പ്രഭാകരന്റെ കവിളടക്കം ഒരടി വീണു. കണ്ടെയ്നർ സാബു. പിന്നെ അയാൾ പ്രഭാകരനെ ആ സെല്ലിലേക്ക് ചവിട്ടി മറിച്ച് ഇരുമ്പുവാതിൽ വലിച്ചടച്ചു പൂട്ടി. നീ അവിടെ കിടക്ക്. ഭഗവതിയപ്പൻ കരുതലോടെ മുന്നോട്ട് നീങ്ങി. ഭിത്തിയിലെ ആണിയിൽ തൂക്കിയിരുന്ന ഒരു വിലങ്ങ് അവൻ വലിച്ചെടുത്തു. അതിന്റെ ഒരറ്റം ആന്റണിയുടെ ഇടംകൈയിൽ മുറുകി. എടാ വിടാൻ! ആന്റണി കാലുയർത്തി ചവിട്ടി. പക്ഷേ ശെൽവം അമർത്തിപ്പിടിച്ചിരുന്നതിനാൽ ഭഗവതിയപ്പന് ചവിട്ടേറ്റില്ല. എന്നാൽ അയാൾ ആ കാലിൽ കിടന്ന് പിടിക്കുകയും അതിലേക്ക് വിലങ്ങിന്റെ അടുത്ത ഭാഗം കുരുക്കുകയും ചെയ്തു. ശെൽവം അയാളുടെ പിടിവിട്ട് എഴുന്നേറ്റു. വളഞ്ഞ് തറയിൽ കിടന്നുകൊണ്ട് ആന്റണി ഭയന്നോടിയവർ ഒഴികെയുള്ള പോലീസുകാരോട് അലറി. ഷൂട്ട്! ഒന്നിനെ വിടരുത്! ഞൊടിയിടയിൽ ഹാളിലെ സ്റ്റാൻഡിൽ ചാരി വെച്ചിരുന്ന തോക്കുകൾക്ക് മുന്നിൽ ഗുണ്ടകൾ നിരന്നു. ജീവൻ വേണേ നീയൊക്കെ പൊയ്ക്കോ പോലീസുകാരെ, അല്ലേ ഞങ്ങൾ ഇതെടുത്ത് ഉന്നം നോക്കും. ബയണറ്റ് കൊണ്ട് നെഞ്ചത്തൊരു ഓപ്പറേഷൻ നടത്തും, പറഞ്ഞേക്ക. അവർ തോക്കെടുക്കുമെന്ന് തോന്നിയപ്പോൾ പോലീസുകാർ പിന്നോട്ട് മാറി. യാതൊരു തിടുക്കവും കൂടാതെ കണ്ടെയ്നർ സാബു ഭിത്തിയിലെ ആണിയിൽ നിന്ന് സെല്ലിന്റെ താക്കോലെടുത്ത് അത് തുറന്നു. കാക്കി പട്ടി! ലെനിൻ പുറത്തേക്ക് പാഞ്ഞിറങ്ങി. നിന്റെ പ്രാണനേക്കാൾ കാക്കിക്ക് വിലയുണ്ടോന്ന് ഞാനൊന്ന് കാണട്ടടാ. അവൻ ആന്റണിയെ ചവിട്ടി. മുതലാളി, അതിനൊക്കെ ഇനി നേരമുണ്ട്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് പോണം. ഭഗതിയപ്പൻ തിടുക്കപ്പെട്ടു. എടാ, മൂർത്തിയണ്ണനെ എടുക്ക്. 4 പേർ സെല്ലിലേക്ക് ഓടിക്കയറി. തറയിൽ നിന്നും തിരുമൂർത്തിയെ തോളിലേറ്റി പുറത്തെത്തി. മൂർത്തി തലതിരിച്ച് ആന്റണിയെ നോക്കി കാറി തുപ്പി. ഞങ്ങളെ ഇതിനുള്ളിൽ അങ്ങ് കിടത്താമെന്ന് നീ കരുതിയോടാ? അയാൾ നിർദ്ദേശിച്ചു. ഇവനെ ഒന്ന് വലിച്ചു പൊക്കിത്താടാ. 2 പേർ ആന്റണിയെ വലിച്ചുയർത്തി കൊടുത്തു. അവരുടെ തോളിൽ ഇരുന്നുകൊണ്ട് തന്നെ ആന്റണിയുടെ കരണത്ത് ഒന്ന് അടിച്ചു മൂർത്തി. ഇതെന്റെ തൽക്കാല സമാധാനത്തിന് മാത്രമാ. കാലൊന്ന് നേരെയായിട്ട് ഞാൻ വരും ആന്റണി, നിനക്ക് പട്ടും വളയും തന്ന് ആദരിക്കാൻ. നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞാൻ എത്തും. ആന്റണി, സമയം കിട്ടുമ്പോ കാതെ നുള്ളിക്കോടാ. ഈ നേരം കണ്ടെയ്നർ സാബുവും ശെൽവവും കോൺസ്റ്റബിൾ പ്രഭാകരനെ പൂട്ടിയ സെല്ല് തുറന്ന് അകത്ത് കയറി. ആന്റണിയുടെ കൂടെ നിന്ന് ഞങ്ങൾക്കെതിരെ കളിച്ചവനല്ലേ നീ? സമ്മാനം തരാതെ പോകുന്നത് എങ്ങനാ? പ്രഭാകരന്റെ മുഖത്തൊരെണ്ണം കൊടുത്തിട്ട് സാബു പറഞ്ഞു. പ്രഭാകരൻ അടി തടഞ്ഞു. മിടുക്കൻ! ആ നിമിഷം ശെൽവം ചാടി ഉയർന്ന് കാൽ വീശി. ഒരു കോടാലി പോലെ അയാളുടെ കാൽപ്പത്തി ചീറിയെത്തി. അത് പ്രഭാകരന്റെ ഇടതു തോളിന് താഴെ വാരിയലില് ആഞ്ഞു പതിഞ്ഞു. അമ്മേ! പ്രഭാകരൻ തെറിച്ചു ചെന്ന് സെല്ലിന്റെ സിമന്റ് ഭിത്തിയിൽ ഇടിച്ചു വീണു. യാതൊരു തിടുക്കവും കൂടാതെ കണ്ടെയ്നർ സാബു അയാളുടെ പോക്കറ്റിൽ നിന്ന് ഗ്രിൽ വാതിലിന്റെ കീ എടുത്തു. കീ ചെയിൻ വിരലിൽ കോർത്ത് കറക്കിക്കൊണ്ട് ഒന്ന് ചൂളമടിച്ചു. പോട്ടെ പോലീസുകാരാ! ലെനിനെയും തിരുമൂർത്തിയെയും കൂട്ടി യുദ്ധക്കളത്തിൽ നിന്ന് ജയിച്ചു മടങ്ങുന്ന ഭാവത്തിൽ ആ സംഘം പുറത്തേക്ക് നടന്നു. അതിനിടെ ആരോ പോലീസ് സ്റ്റേഷനിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. കനത്ത അന്ധകാരം പോലീസ് സ്റ്റേഷനെ വന്ന് മൂടി. തറയിൽ നിന്ന് എണീറ്റ കോൺസ്റ്റബിൾ പ്രഭാകരൻ മാത്രം എന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇരുളിലൂടെ നീങ്ങവേ ലെനിൻ പറഞ്ഞു. സാബു, ആരും കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണം മൂർത്തിയെ. നാളെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്നോ ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്നോ ആന്റണി പറഞ്ഞാൽ അതിന് യാതൊരു തെളിവും ഉണ്ടാകരുത്. അപ്പോൾ മുതലാളിയോ? എന്റെ കാര്യം വിട്. എന്റെ മുഖത്ത് ഇന്നലെയെ മുറിവുണ്ടായിരുന്നല്ലോ. വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പം മുന്നിൽ പോയി ഇടിച്ചതാന്നാ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിരിക്കുന്നത്. ഇരുളിൽ അവർക്ക് വേണ്ടി വാഹനങ്ങൾ കാത്തുകിടപ്പുണ്ടായിരുന്നു. നേരം പുലരുകയാണ്.
മൂന്നാർ ഡിവൈഎസ്പി രാജൻ പണിക്കരുടെ ജീപ്പ് മറയൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ബ്രേക്കിട്ടു. വിലങ്ങിട്ട നിലയിൽ തറയിൽ വളഞ്ഞുകൂടി കിടന്നിരുന്ന CI ആന്റണി ബന്ധപ്പെട്ട് തലയുയർത്തി നോക്കി. രാത്രിയിൽ സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പോയ പോലീസുകാർ എവിടെയോ നിന്നൊക്കെ ഡിവൈഎസ്പിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സല്യൂട്ട് അടിക്കുന്നത് കണ്ടു. ആന്റണി പല്ലുകൾ ഞെരിച്ചു. അല്പസമയം ഡിവൈഎസ്പി അവരുമായി സംസാരിച്ചു. പിന്നെ അവരെയും കൂട്ടി അകത്തേക്ക് വന്നു. സ്റ്റേഷനിൽ ആകപ്പാടെ ഒന്ന് നോക്കി. ഒരു യുദ്ധം നടന്ന പ്രതീതി. അവസാനം ആ കണ്ണുകൾ ആന്റണിയുടെ മുഖത്ത് തറഞ്ഞു. എന്താടോ ഇതൊക്കെ? നിറഞ്ഞ പുച്ഛത്തോടെയായിരുന്നു രാജൻ പണിക്കരുടെ ചോദ്യം. സർ, ആന്റണി നാവനക്കി. അത് ശ്രദ്ധിക്കാതെ രാജൻ പണിക്കർ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. റിലീസ് ഹിം. അവർ ആന്റണിയെയും സെല്ല് തുറന്ന് പ്രഭാകരനെയും മോചിപ്പിച്ചു. ആന്റണി ചാടി എഴുന്നേറ്റു. പക്ഷേ വേച്ചുപോയി. കാൽ മരവിച്ചു പോയിരിക്കുന്നു. എന്നിട്ടും നേരെ നിന്ന് അയാൾ രാജൻ പണിക്കർക്ക് സല്യൂട്ട് നൽകി. ആ. രാജൻ പണിക്കർ ഒടിയാത്ത ഒരു കസേര നോക്കി അത് വലിച്ചിട്ടിരുന്നു. പിന്നെ പറഞ്ഞു, ആന്റണി, ഐ വാണ്ട് എക്സ്പ്ലനേഷൻ. ഇവിടെ നടക്കുന്ന സകല തെമ്മാടിത്തരങ്ങൾക്കും താൻ ഒറ്റയാളാണ് എല്ലാറ്റിനും കാരണക്കാരൻ എന്ന് ഞാൻ അറിഞ്ഞു. സർ, ആന്റണിയുടെ കണ്ണുകൾ ചുവന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും ചോദിക്കാതെ സാർ. അയാൾ പൂർത്തിയാക്കും മുമ്പ് രാജൻ പണിക്കർ കൈ ഉയർത്തി. മതി, ഈ പോലീസുകാർ എന്നോടെല്ലാം പറഞ്ഞു. തനിക്ക് ശത്രുതയുള്ളവരെ കൊടുക്കാൻ വേണ്ടി താൻ തന്നെ ഒരു നാടകം നടത്തി അല്ലേ? ആരോ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ ഇതെല്ലാം തല്ലി തകർത്തു. പ്രഭാകരനെ കൊണ്ട് തന്നെ വിലങ്ങിടിച്ചു. പിന്നെ പ്രഭാകരൻ സെല്ലിൽ കയറി സ്വയം ലോക്ക് വലിച്ചിട്ടു അല്ലേ? സർ. പ്രഭാകരന്റെ കണ്ണ് പിഴിഞ്ഞുപോയി. സാർ, അങ്ങനെയൊന്നുമല്ല. ഷട്ടപ്പ്. രാജൻ പണിക്കർ വെട്ടിത്തിരിഞ്ഞു. നിന്നോട് സംസാരിക്കാൻ പറഞ്ഞോടാ. സർ. പ്രഭാകരന്റെ തല കുനിഞ്ഞു. ആന്റണി ഡിവൈഎസ്പിയുടെ പക്ഷം ചേർന്ന പോലീസുകാരെ രൂക്ഷമായി ഒന്ന് നോക്കി. അവർ മുഖം തിരിച്ചു കളഞ്ഞു. രാജൻ പണിക്കർ തുടർന്നു. വിവരങ്ങൾ SP-ക്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഞാൻ. അന്വേഷണത്തിന് അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാകുന്നവരെ തനിക്ക് പുറത്തു നിൽക്കേണ്ടി വരും, തൊപ്പിയൂരി വെച്ചിട്ട്. സർ. ആന്റണിയുടെ മുഖം വിളറി. യെസ്, തനിക്കിനി പറയാനുള്ളത് SP സാറിനോട് പറയാം, പിന്നെ കോടതിയിലും. അപ്പോൾ ഇവിടെ നടന്നത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ നാടകമാണോ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആന്റണിക്ക്. എന്താ സംശയം? അല്ലെങ്കിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് സെല്ലിലിട്ടതിന് വല്ല രേഖയുമുണ്ടോ? പ്രഭാകരനല്ലാതെ മറ്റു സാക്ഷികളുണ്ടോ? ആന്റണി മറുപടി നൽകിയില്ല. രാവിലെ ഡ്യൂട്ടിക്കായി പോലീസുകാർ എത്തിത്തുടങ്ങിയിരുന്നു. സമയം 8 മണി. മീനാക്ഷി, ഖദീജ വിളിക്കുന്നത് കേട്ടാണ് മീനാക്ഷി അമ്മയും ദുർഗയും കണ്ണു തുറന്നത്. തുറന്നു കിടന്നിരുന്ന ജാലകത്തിലൂടെ മഞ്ഞിൽ തിളങ്ങുന്ന സൂര്യകിരണങ്ങൾ ഇരുവരും കണ്ടു. കണ്ണുകൾക്ക് വല്ലാത്ത പുളിപ്പ്. ദുർഗ കിടക്കയിൽ കൈകുത്തി എഴുന്നേറ്റു. ഹോ! വേദനിപ്പിക്കുന്ന ഒരു ശബ്ദം അവളിൽ നിന്നുണ്ടായി. അസ്ഥികൾ ഒടിയുന്നത് പോലെയും ശരീരം വലിഞ്ഞു മുറുകിയിരിക്കുന്നത് പോലെയുമുള്ള തോന്നൽ. തെല്ലും വ്യത്യസ്തമല്ലായിരുന്നു മീനാക്ഷിയമ്മയുടെയും അവസ്ഥ. ഖദീജയുടെ വിളി വീണ്ടും കേട്ടു. ദാ വരുന്നമ്മ, ദുർഗ പറഞ്ഞു. ഒപ്പം അവൾ തറയിൽ ഒരു പായയിൽ ചുരുണ്ടു കൂടിക്കിടന്ന് ഉറങ്ങിയായിരുന്ന ചെല്ലനെയും വിളിച്ചുണർത്തി. എഴുന്നേൽക്കടാ. മുഷിഞ്ഞ തണുപ്പ്. അവൻ എഴുന്നേറ്റിരുന്നു. നെഞ്ചിനു മീതെ ഒരു ഗുണനം തീർത്ത് കൈകൾ കഴുത്തിൽ ചുറ്റി. ദുർഗ ചെന്ന് വാതിൽ തുറന്നു. ഇന്ന് ശിവജി വരുന്ന ദിവസമല്ലേ? നിങ്ങൾക്ക് കേടാനൂർ ക്ഷേത്രത്തിൽ പോകേണ്ടേ? പോണം. പറഞ്ഞത് മീനാക്ഷിയമ്മയാണ്. ശിവജി വരുന്ന കാര്യം കേട്ടപ്പോൾ തന്നെ അവരുടെ ക്ഷീണവും ശരീരവേദനയും പകുതി പോയി. സുഹറ കൊണ്ടുകൊടുത്ത കാപ്പി ഊതി കുടിക്കുമ്പോഴും ദുർഗയുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസത്തെ നടുക്കുന്ന ഓർമ്മകൾ മിന്നി. ഒരുപക്ഷെ താനും അമ്മയും ഇപ്പോൾ കരിമ്പിൻ തോട്ടത്തിൽ മണ്ണിനടിയിൽ. അവളുടെ ഉടലിൽ ഒരു വിറയലുണ്ടായി. വേഗം ഒരുങ്ങ്. കുളിച്ച് വേഷം മാറി മജീദ് അവർക്കടുത്തേക്ക് വന്നു. തമിഴ്നാട്ടുകാരുടെ തിരക്കായി കാണും ഇപ്പോഴവിടെ. ഞാനും വരട്ടെ ചേച്ചി? ചെല്ലൻ ദുർഗയെ നോക്കി. പോരടാ. പറഞ്ഞത് മജീദാണ്. അരമണിക്കൂറിനുള്ളിൽ അവർ ഒരുങ്ങിയിറങ്ങി. ബീരാൻകുട്ടി ഉള്ളിത്തോട്ടത്തിൽ എന്തോ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. മജീദ് കോളീസിന്റെ ബോണറ്റിൽ ഇരുമ്പുവടി കൊണ്ട് അടിയേറ്റ് ചുളുങ്ങിയ ഭാഗത്ത് ഒന്ന് തടവിട്ട് ഡോർ തുറന്നു കൊടുത്തു. മൂവരും അതിൽ കയറി. മഞ്ഞു തൂങ്ങി നിൽക്കുന്ന പാതയിലൂടെ കോളീസ് പതുക്കെ നീങ്ങി. ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനരികിൽ മജീദ് വാഹനം നിർത്തി. ഓഫീസിന്റെ വരാന്തയിലിരുന്ന് വിവരങ്ങൾ കുറിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തി.
വാഹനത്തിന്റെ നമ്പർ പറഞ്ഞു. പോകേണ്ട സ്ഥലവും. എത്രയാള്? ഉദ്യോഗസ്ഥൻ തിരക്കി. 4. പിന്നീട് വന്ന് കോളേജിൽ കയറി. അപ്പോഴേക്ക് പിന്നിൽ വാഹനങ്ങളുടെ ഒരു ചെറിയ നിര തന്നെ രൂപപ്പെട്ടിരുന്നു. സെയിൽസ് ടാക്സിന്റെയും എക്സൈസിന്റെയും ചെക്ക് പോസ്റ്റുകളിൽ കാര്യമായ പരിശോധന ഉണ്ടായില്ല. അവർ ക്രോസ് ബാർ ഉയർത്തിക്കൊടുത്തു. വാഹനം ചിന്നാർ നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കയറി. പാലത്തിന്റെ കൈവരിയിൽ ഒരു പറ്റം കുരങ്ങന്മാർ. അവ പോലീസിലേക്ക് പ്രതീക്ഷയോടെ നോക്കി. ആഹാര സാധനങ്ങൾ വല്ലതും കിട്ടുമോ എന്നറിയാൻ. അത് കണ്ടോ ചേച്ചി? ചെല്ലൻ കൈ ചൂണ്ടിയ കുരങ്ങിനെ ദുർഗ സൂക്ഷിച്ചു നോക്കി. ഒരു പെൺകുരങ്ങ്. അതിന്റെ വയറ്റത്ത് പൂച്ചക്കുഞ്ഞോളം വലിപ്പമുള്ള ഒരു കുഞ്ഞ് പറ്റി പിടിച്ചിരിക്കുന്നു. പാലത്തിനപ്പുറം ഒരു ഉത്സവത്തിന്റെ തിരക്ക്. ഇടത്തും വലത്തും പാർക്ക് ചെയ്തിരിക്കുന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ. അവയ്ക്ക് മീതെയും കുരങ്ങുകൾ. പാലം കഴിഞ്ഞ് ക്വാളിസും തമിഴ്നാടിന്റെ മണ്ണിലേക്കിറങ്ങി. കുറച്ച് മുന്നോട്ട് മാറ്റി മജീദ് വാഹനം പാർക്ക് ചെയ്തു. നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. അവർക്ക് ഡോർ തുറന്നു കൊടുക്കുന്നതിനിടയിൽ മജീദ് പറഞ്ഞു, ഇതാ, വല്ല നേർച്ചയും നടത്തണമെങ്കിൽ ഇതിരിക്കട്ടെ. അവൻ കുറച്ച് രൂപ മീനാക്ഷിയമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വാഹനങ്ങൾ പോകാതിരിക്കാൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചെറിയ റോഡിലൂടെ മീനാക്ഷിയമ്മയും ദുർഗയും ചെല്ലനും വനത്തിലേക്ക് നടന്നു. ധാരാളം ആളുകൾ ആ വഴിയെ പോകുന്നുണ്ടായിരുന്നു. നേരത്തെ പോയവർ മറങ്ങി വരുന്നുണ്ട്. ഒത്തിരി നടക്കണോ? ചെല്ലൻ ആരോടൊന്നില്ലാതെ തിരക്കി. ദുർഗ ഒന്ന് മൂളി. ചേച്ചി നേരത്തെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടുണ്ട്, മീനാക്ഷിയമ്മ പറഞ്ഞു. മലമ്പുലയന്മാരുടെ ക്ഷേത്രമാ അത്. ചോദിക്കുന്നത് തരും. കെടാനൂർ ദേവി. ദുർഗ ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ടാണ് നടന്നത്. കേരളത്തിലെ വനത്തിലേതുപോലെ വൻമരങ്ങളോ വള്ളിച്ചെടികളോ ഒന്നുമില്ല. ഇടയ്ക്കിടെ ചെറിയ മരങ്ങളും കുറ്റിക്കാടുകളും. വീതി കുറഞ്ഞ റോഡ്. ചിലയിടങ്ങളിൽ സിമന്റ് ഇട്ടിട്ടുണ്ട്. കത്തിക്കാളുന്ന ചൂട്. കുറെ നടന്നപ്പോഴേക്കും അവർ കിതച്ചു തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞു പോവാം. ചെല്ലൻ ഒരു ഉരുളൻകല്ലിന് മീതെ ഇരുന്നു. വീണ്ടും യാത്ര. ഇടയ്ക്ക് ഒന്നോ രണ്ടോ ബൈക്കുകൾ മാത്രം അതുവഴി വന്നു. നമുക്ക് ആ വണ്ടിയെ തന്നെ ഇങ്ങ് പോരായിരുന്നു. ചെല്ലൻ പിറുപിറുത്തു. അത് കേട്ട് മീനാക്ഷിയമ്മ തിരിഞ്ഞു നോക്കി. ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാടാ ഇവിടെ പൂജ. അന്നൊന്നും വാഹനങ്ങളോട്ട് കടത്തിവിടില്ല. അപ്പോ മുമ്പേ പോയ ബൈക്കോ? അവൻ തർക്കിച്ചു. അത് അമ്പലത്തിലേക്ക് വല്ല സാധനവും കൊണ്ടുപോയവരുടേതാടാ. അതേതായാലും ശരിയല്ല. വിടത്തില്ലേലോ ഒറ്റ വണ്ടിയും വിടരുത്. നീ ഇന്ന് മേടിക്കൂ. ദുർഗ കണ്ണുരുട്ടി. ഏതാണ്ട് 2 കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു അവർക്ക്. മുന്നിൽ ജനത്തിരക്കേറി. ദുർഗ സൂക്ഷിച്ചു നോക്കി. കുന്നിന്റെ ചെരുവാണ്. പ്രതീക്ഷിച്ചതുപോലെയുള്ള ക്ഷേത്രമല്ല മുന്നിൽ. ശൂലങ്ങൾ ചുറ്റും കുത്തിയിട്ടുള്ള ഒരു കാവ്. ശൂലത്തിൽ നാരങ്ങകൾ കോർത്തിട്ടുണ്ട്. മുന്നിലെ തൂണിൽ വലിയ ഓട്ടുമണികൾ. കുന്നിൻ ചെരുവിൽ നിറയെ പൂത്തിളഞ്ഞു നിൽക്കുന്ന വെളുത്ത ചമ്പകമരങ്ങൾ. ആളുകൾ ഒരു താലത്തിൽ തേങ്ങ, പഴം, നാരങ്ങ, പലതരം ചരടുകൾ എന്നിവ പൂജിക്കാനായി നാഗപ്പൻ പൂജാരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കാവിന് താഴെ ഇവ വിൽക്കുന്ന ചെറിയ കച്ചവടക്കാർ. മീനാക്ഷിയമ്മയും ഒരു താലം വാങ്ങി പൂജിക്കാൻ നൽകി. ദക്ഷിണയും കൊടുത്തു. 3 പേരും പൂജിച്ചു കിട്ടിയ ചരട് കയ്യിൽ കെട്ടി. വാ. ദുർഗയെയും ചെല്ലനെയും കൂട്ടി മീനാക്ഷിയമ്മ താഴേക്ക് നടന്നു. അവിടെ ചെറിയ കൽത്തറയ്ക്ക് നടുവിൽ ശൂലം കുത്തി നിർത്തിയിരിക്കുന്നു. ധാരാളം ആളുകളുണ്ട് അവിടെയും. ആളുകൾ കൊടുക്കുന്ന തേങ്ങയൊടിച്ച് സുപ്രു ഫലം പറയുകയാണ്. മീനാക്ഷിയമ്മയും ഒരു തേങ്ങ വാങ്ങിക്കൊടുത്തു. അതൊടിച്ചിട്ട് സുപ്രു അവരുടെ മുഖത്തേക്ക് നോക്കി. അമ്മ, സൂക്ഷിക്കണം. ഭയങ്കരമായ ആപത്ത് ഉങ്ങളെ കാത്തിരിക്കുന്നു. മീനാക്ഷിയമ്മയും ദുർഗയും കിടുങ്ങിപ്പോയി. പേടിയോടെ അവർ ചുറ്റും നോക്കുകയും ചെയ്തു. വാ മോളെ. മീനാക്ഷിയമ്മ തിടുക്കത്തിൽ താഴേക്ക് നടന്നു. അവിടെ ഇവിടെ സർപ്പപ്പുറ്റുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും പൂവുമൊക്കെ അതിന്മേൽ ചിതറിക്കിടക്കുന്നു. അത് കഴിഞ്ഞാൽ വിവിധ കച്ചവടക്കാർ. അതിനും താഴെ ചിന്നാർ നദി. അവർ നദിയിലിറങ്ങി കൈകാലുകൾ കഴുകി. കുളിച്ചു തൊഴാനെത്തിയവരും അവിടെ വെച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നവരും ഏറെ. നദിക്കപ്പുറം കേരളം. നിറയെ ഉരുളൻ കല്ലുകളുള്ള നദിയിലെ കുഴിയിൽ പെട്ടെന്നൊരോളം വെട്ടി. ചെല്ലൻ ദുർഗയുടെ വസ്ത്രത്തിൽ അള്ളിപ്പിടിച്ചു. ദുർഗയും മീനാക്ഷിയമ്മയും ആ കുഴിയിലേക്ക് തുറച്ചു നോക്കി. ജലത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ ശിരസും പിന്നാലെ ഉടലും ഉയർന്നു വന്നു. അവർ ശിരസൊന്ന് വെട്ടിച്ചു. നീണ്ട മുടിയിഴകളിൽ നിന്നും ജലത്തുള്ളികൾ ചുറ്റും ചിതറിത്തെറിച്ചു. ഉരുക്കിന്റെ കരുത്തുള്ള ശരീരം. ആ മുഖം കണ്ട് ദുർഗയും മീനാക്ഷിയമ്മയും വിറച്ചുപോയി. ദുർഗ നിലവിളിക്കാനായി വായ് തുറന്നതാണ്. പക്ഷേ അവൾ സ്വയം കൈ ഉയർത്തി വായ് പൊത്തി.
മുന്നിൽ ഫണം വിരിച്ചു നിൽക്കുന്ന ഒരു മൂർഖം പാമ്പിനെ കണ്ട പ്രതീതിയായിരുന്നു മീനാക്ഷി അമ്മയ്ക്കും. ചെല്ലനാണെങ്കിൽ അമ്പരപ്പോടെയും അതിലുപരി അത്ഭുതത്തോടെയുമാണ് ജലത്തിൽ നിന്ന് ഉയർന്നു വന്ന മനുഷ്യനെ നോക്കി നിന്നത്. ഇങ്ങേരെന്താ ചീങ്കണ്ണിയോ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാൻ? അവർ ആരോടുന്നില്ലാതെ പെറുവിർത്തു. ദുർഗ പെട്ടെന്ന് അവന്റെ കൈ പിടിച്ചു. വാടാ പോകാം. ഇച്ചിരിയും കൂടി കഴിയട്ടെ. വെള്ളത്തിൽ നിന്ന് ഉയർന്ന മനുഷ്യൻ ഒരിക്കൽ കൂടി ശിരസ് വെട്ടിച്ചു. പിന്നെ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഇരുമ്പു കമാൽ, ഇന്നലെ രാത്രി ഞാൻ തോറ്റുമടങ്ങിയെന്ന് കരുതിയോ ദുർഗെ? ദുർഗ മിണ്ടിയില്ല. ആ നിമിഷം ചെല്ലനും ആപത്ശങ്ക തോന്നി. കമാൽ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുകയാണ്. അയാൾ ഉടുത്തിരുന്ന മുണ്ട് കാലുകളിൽ പറ്റിച്ചേർന്നിരുന്നു. കമാൽ തുടർന്നു. എന്റെ മുഖത്തുള്ള സമ്മാനം കണ്ടോ? ആ മജീദ് തന്നതാ, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ പേരിൽ. അയാൾ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് അവർ പിന്നോട്ട് നീങ്ങി. കമാൽ പിന്നെയും പറഞ്ഞു, ഒരു ജോലി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാതെ മടങ്ങുന്ന ചരിത്രം എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കാൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു. ഇപ്പൊ വണ്ടിയിൽ കാത്തിരിക്കുന്ന മജീദിന് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ശവങ്ങൾ മാത്രം. ഓടിക്കോ അമ്മേ. പറഞ്ഞതും ദുർഗ ചെല്ലന്റെ കൈ പിടിച്ചുകൊണ്ട് തിരിഞ്ഞോടി. പിന്നാലെ മീനാക്ഷി അമ്മയും. വെള്ളമൊലിക്കുന്ന ശരീരവുമായി യാതൊരു തിടുക്കവും കൂടാതെ കമാൽ അവരെ പിന്തുടർന്നു. ആളുകൾ ഒന്നും മനസ്സിലാകാതെ അവരെ തുറച്ചു നോക്കി. പാറകളിലൂടെ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ അവരുടെ കാലുകൾ വഴുതി. മീനാക്ഷി അമ്മ വല്ലാതെ കിതച്ചു. എങ്കിലും വല്ല വിധേനയും റോഡിലെത്തിയിട്ട് അവർ ചരിവിലേക്ക് തിരിഞ്ഞു നോക്കി. കമാൽ പിന്നാലെ വരുന്നുണ്ട്. എന്റെ കെടാനൂരമ്മേ, രക്ഷിക്കണേ. മീനാക്ഷി അമ്മ മനമുരുകി പ്രാർത്ഥിച്ചു. പിന്നെ ദുർഗയോട് പറഞ്ഞു, മോളെ, ചെല്ലനെയും കൊണ്ട് നീ രക്ഷപ്പെട്ടോ? അമ്മയെ നോക്കണ്ട, എനിക്കിനി ഓടാൻ വയ്യ. ഇല്ലമ്മേ. ദുർഗയ്ക്ക് കരച്ചിൽ വന്നു. മരിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം. ചെല്ല, നീ ഓടിക്കോടാ. ചെന്ന് മജീദിക്കയോട് വിവരം പറ. അവർ അവന്റെ കയ്യിലെ പിടുത്തം വിട്ടു. ചെല്ലൻ മുന്നോട്ട് കുതിച്ചു. ദുർഗ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ നടന്നു. അവൾ അമ്മയെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കി. പാറക്കെട്ടിലൂടെ നടന്നു വരുന്നു കമാൽ. അയാൾക്ക് പിന്നിലായി ക്ഷേത്രത്തിലെത്തിയവർ അർദ്ധശങ്കയോടെ നോക്കി നിൽക്കുന്നു. ചേച്ചി! പെട്ടെന്നൊരു നിലവിളി. ദുർഗ മുന്നോട്ട് നോക്കി. ചെല്ലൻ ഒരു കുറ്റിക്കാടിനടുത്ത് വെച്ച് തെറിച്ചു വീഴുന്നത് കണ്ടു. ചെല്ലാ! അവൾ മുന്നോട്ടാഞ്ഞതും വനത്തിൽ നിന്ന് ചിലർ റോഡിലേക്ക് ഇറങ്ങി നിന്നു. ദുർഗയുടെയും മീനാക്ഷി അമ്മയുടെയും നട്ടെല്ലിൽ ഒരു തരിപ്പുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ തങ്ങളെ പിടിച്ചുകൊണ്ടുപോയവർ. കമാൽ യാതൊരു തിടുക്കവും കൂടാതെ പിന്നാലെ വന്നതിന്റെ പൊരുൾ ഇപ്പോൾ അവർക്ക് വ്യക്തമായി. അപകടത്തിന്റെ നടുക്കാണ് ഞങ്ങൾ. മുന്നിൽ 4 പേർ, പിന്നിൽ കമാൽ. വലതുവശത്ത് ചരിഞ്ഞ പ്രദേശം, ഇടതുഭാഗത്ത് വനം. ഒരു രക്ഷപ്പെടൽ അസാധ്യം. ക്ഷേത്രത്തിലേക്ക് പോകുന്നവരും മടങ്ങുന്നവരും മുന്നിൽ എന്തോ നടക്കും എന്ന് തോന്നിയതിനാൽ നടപ്പിന്റെ വേഗത കുറച്ചു. ഒരുവൻ കാൽ തട്ടി താഴെ വീഴ്ത്തിയ ചെല്ലൻ എഴുന്നേറ്റ് കാൽമുട്ടിലെ ചോര തുടച്ചു. ഇരുമ്പ് കമാൽ അവരുടെ തൊട്ടടുത്തെത്തി. ഞങ്ങളൊന്നും ചെയ്യരുത്. മീനാക്ഷി അമ്മ അവനെ നോക്കി. അവൻ ചിരിച്ചു. ഇന്നലെ രാത്രിയിലെ നിങ്ങളുടെ മരണം തീരുമാനിച്ചുറപ്പിച്ചതാണ് തള്ളേ ഞാൻ. ഇനി അങ്ങ് നരകത്തിന്ന് കാലം നേരിട്ട് വന്ന് പറഞ്ഞാലും ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചവർ തന്നെ ഇത് വേണ്ടെന്ന് പറഞ്ഞാലും കമാലിന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകില്ല. മരിക്കുന്നെങ്കിൽ അതാണ് വിധിയെന്ന് കരുതാമേ. എന്നാലും ഇവന്റെ കാല് പിടിക്കണ്ട. ഉറച്ചതായിരുന്നു ദുർഗയുടെ ശബ്ദം. മിടുക്കി. പെണ്ണായ ഇങ്ങനെ വേണം. കമാൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. അല്ലെങ്കിലും നീ എരിവ് കൂടുതലുള്ളവളാണെന്ന് എനിക്കറിയാം. പോരെങ്കിൽ ശിവജിയുടെ പെങ്ങളുമല്ലേ. ഇപ്പൊ ഒരു കാര്യത്തിലേ എനിക്ക് മനസ്താപമുള്ളൂ. ഇന്നലെ രാത്രിയിൽ നിന്നെ കിട്ടിയില്ലല്ലോ എന്ന്. അവന്റെ കണ്ണുകൾ അവളുടെ മേനിയെ അടിമുടി ഒഴിഞ്ഞു. ചീ, വൃത്തികെട്ട ജന്തു. അവൾ കാറി തുപ്പി. അപ്പോഴും കമാൽ ചിരിക്കുകയാണ്. അപ്പോ ഈ ഗെയിം ഇവിടെ അങ്ങ് തീർക്കാൻ നമുക്ക്. ആളുകൾ കൂടിക്കൂടി വരുന്നത് കണ്ടില്ലേ? കമാൽ മുന്നിൽ നിൽക്കുന്ന തന്റെ ആളുകൾക്ക് നേരെ കൈനീട്ടി. ദുർഗയുടെയും മീനാക്ഷിയമ്മയുടെയും ശിരസിന് മീതെ കൂടി ഒരു പാണ്ടിക്കത്തി പറന്നു വന്നു. കമാൽ അത് പിടിച്ചെടുത്ത് വെയിലത്തേക്ക് നീട്ടി. അതിന്റെ വായ്ത്തലയിലെ തിളക്കം ദുർഗയുടെ കണ്ണുകളിൽ പുളഞ്ഞു കയറി. മോളെ! മീനാക്ഷിയമ്മ ദുർഗയെ അള്ളിപ്പിടിച്ചു. ദുർഗയ്ക്ക് അപ്പോഴും പതർച്ച തോന്നിയില്ല. താൻ ഓർത്തു വെച്ചോ. അവൾ കമാലിന്റെ നേർക്ക് കൈ ചൂണ്ടി. എൻ്റെ ഏട്ടൻ ഇന്ന് വരും. ഞങ്ങളുടെ ചോരയ്ക്ക് തന്നോട് കണക്ക് തീർക്കും. അത് മതി ഞങ്ങൾക്ക്. അത് കേട്ട് കമാൽ അലറി ചിരിച്ചു.
ശിവജി മൊറയൂരിൽ കാലുകുത്തില്ല. അവനെ മുന്നിൽ കിട്ടാൻ മൂന്നാർ മുതൽ കാത്തു നിൽക്കുക ഞങ്ങളുടെ ആൾക്കാര്. വെട്ടി നുറുക്കി തീർക്കത്തില്ലേ ഞങ്ങള്? ഇരുമ്പ് കമാൽ ഒരടി കൂടി മുന്നോട്ട് നീങ്ങി കത്തി നീട്ടി. അത് ദുർഗയുടെ കഴുത്തിൽ എത്തുമായിരുന്നു. നിങ്ങൾക്ക് ആരോട് യാത്ര പറയാനൊന്നുമില്ലല്ലോ? ഇല്ലടാ പട്ടി, നീ അങ്ങ് കൊല്ല്. ദുർഗ ചീറി. കൊള്ളാം, മരിക്കാൻ നേരത്തും നീ കാണിക്കുന്ന ഈ ചങ്കൂറ്റമുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി പറഞ്ഞുകൊണ്ട് കമാൽ കത്തിയോങ്ങി. അടുത്ത നിമിഷം ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടു. ഹോൺ നീട്ടിയടിച്ചുകൊണ്ട് പാഞ്ഞു വരികയാണ്. റോഡിൽ നിന്നിരുന്നവർ ഇരുവശത്തേക്കും തെന്നിമാറി. ഇരുമ്പ് കമാലിന്റെ നെറ്റി ചൊളിഞ്ഞു. ദുർഗയുടെയും മീനാക്ഷിയമ്മയുടെയും ശിരസിനുമീതെ കൂടി അവൻ കണ്ടു. ബൈക്ക് ഓടിക്കുന്നത് ഒരു തമിഴൻ പയ്യൻ. പിന്നിൽ മറ്റൊരാൾ ഇരിക്കുന്നു. അതാരെന്ന് കാണും മുമ്പ് മുന്നിൽ നിന്നിരുന്ന ഗുണ്ടകൾക്കിടയിലൂടെ ബൈക്ക് ഇപ്പുറം കടന്നു. ഒരു സെക്കൻഡിൽ തന്നെ ബൈക്കിന്റെ പിന്നിലിരുന്ന മനുഷ്യൻ കമാലിന് നേരെ പറക്കും പോലെ കുതിച്ചു. തറയിൽ നിൽക്കുന്നതിനു മുമ്പ് അവൻ കമാലിന്റെ കത്തി പിടിച്ച കയ്യിൽ ആഞ്ഞു തട്ടിയിരുന്നു. നാബി മജീദ്. എടാ! കമാൽ അലറി. കത്തി പിടിവിട്ട് റോഡിൽ വീണു. കമാൽ പിന്നോട്ട് വെച്ചു. അതിനു മീതെയായിരുന്നു മജീദ്. ഒരു കാട്ടുപോത്ത് വീഴുന്നത് പോലെ കമാൽ റോഡിൽ വീണു. പൊടിപടലങ്ങൾ ഇളകി. വലതുകാലിൽ ബാലൻസ് പിടിച്ചു നിന്ന മജീദ് ഒന്ന് വട്ടം കറങ്ങി കുനിഞ്ഞ് റോഡിൽ കിടന്നിരുന്ന കമാലിന്റെ കത്തിയെടുത്ത് അവന്റെ കഴുത്തിന് പിന്നിലേക്ക് കടത്തി തോട്ടിക്കൊണ്ടെന്നതുപോലെ ശിരസുയർത്തി. കമാലിന്റെ കൂട്ടുകാർ മിഴിച്ചു നിന്നു. കമാലേ, മജീദ് പറഞ്ഞു, ഇന്നലെ രാത്രി നിന്നെ ഞാൻ വിട്ടയച്ചതാണ്, എല്ലാം മറന്നുകൊണ്ട്. പക്ഷേ തന്തയ്ക്ക് പിറക്കാഴികയ്ക്ക് നോബൽ സമ്മാനം നേടിയിട്ടുള്ള നീ വീണ്ടും വന്നു. ഇനി നിനക്ക് മാപ്പില്ല. മജീദ് കത്തി മെല്ലെ വലിച്ചു. തന്റെ പിൻകഴുത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ കമാൽ വേഗം തല ഉയർത്തി. മജീദ് ഇടം കൈകൊണ്ട് അവന്റെ നീളമുള്ള മുടിയിൽ പിടിച്ചു. മജീദെ, ഇത്തവണ കൂടി നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഇനി ഞാൻ ഇവരെ ദ്രോഹിക്കത്തില്ല. ഇതുപോലൊരു യാചന കഴിഞ്ഞ രാത്രിയിൽ നടത്തിയവനല്ലേ നീ? എന്നിട്ട് എന്തായി? ഇത് ഇത് അതുപോലെയല്ല. ഞാൻ വാക്കു പാലിക്കും. നിന്നെ എനിക്ക് വിശ്വാസമില്ല. മജീദ് തിരിഞ്ഞ് പിന്നിൽ നിന്നിരുന്ന ഗുണ്ടകളെ നോക്കി. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊന്നും തോന്നിയേക്കല്ലേ? തോന്നിയ ഇവന്റെ ഈ ശിരസ്സുണ്ടല്ലോ, അത് കഴുത്തിന്ന് വേർപെട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഗുണ്ടകൾ ചലനമറ്റതുപോലെ നിന്നു. എഴുന്നേൽക്കടാ, മജീദിന്റെ കൽപ്പന. തറയിൽ കൈകുത്തി കമാൽ എഴുന്നേറ്റു. ഇത് ആര് തന്ന കൊട്ടേഷനാണെന്നൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, നീ ഇനി ജീവിച്ചിരുന്നാൽ മറ്റുള്ളവർക്ക് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിന്റെ പ്രാണൻ ഞാനിങ്ങ് എടുക്കുക. പാണ്ടിക്കത്തി കമാലിന്റെ കഴുത്തിൽ ഒന്നുകൂടി അമർന്നു. മജീദിന്റെ കണ്ണുകൾ ചുവന്നു, പല്ലുകൾ ഞെരിഞ്ഞു. അവൻ കമാലിനെ കൊല്ലാൻ പോവുകയാണെന്ന് മീനാക്ഷി അമ്മയ്ക്ക് ഉറപ്പായി. വേണ്ട മോനെ, പെട്ടെന്ന് അവർ അവനെ തടഞ്ഞു. ഈ ചെകുത്താനെ കൊന്നിട്ട് ജയിലിൽ പോകാനുള്ളതല്ല നിന്റെ ജീവിതം, വിട്ടേരെ. അവർ അവന്റെ കൈക്ക് പിടിച്ചു. അല്ലമ്മേ, ഇവൻ വിട്ടേരടാ. മജീദ് അമർത്തിയൊന്നും മൂളി. പിന്നെ കത്തി മാറ്റിയിട്ട് കമാലിന്റെ കവിളിലടക്കം ഒന്ന് പൊട്ടിച്ചു. പൊയ്ക്കോ, മീനാക്ഷിയമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ വിടുന്നു ഞാൻ. ഇനി മറയൂരിലെ പരിസരത്തെ കാലുകുത്തിയാ പിന്നെ നീ ഇല്ല, ഓർത്തോ. അവൻ കമാലിനെ പിന്നോട്ട് തള്ളി. തന്റെ കൂട്ടുകാരിൽ ചെന്നിടിച്ച് അവൻ നിന്നു. പിന്നെ തല കുനിച്ച് നടന്നു വനത്തിലേക്ക്. കൂട്ടുകാരും ഒപ്പം പോയി. അവൻ ഇനിയും വരും. മജീദ് പെറുപെറുത്തു. ഈ നേരത്ത് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ബാഗും തൂക്കി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു CI ആന്റണി. പോലീസുകാർ തെല്ലി വിഷമത്തോടെയാണ് അത് നോക്കി നിന്നത്. കർക്കശ സ്വഭാവക്കാരനാണെങ്കിലും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായിരുന്നു ആന്റണി. പോട്ടെ. ആന്റണി പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. സർ, ഹെഡ് കോൺസ്റ്റബിൾ എന്തോ പറയാൻ ഭാവിച്ചു. അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ആന്റണി കൈ ഉയർത്തി. ഇത് വെറുമൊരു സസ്പെൻഷൻ മാത്രമല്ലടോ. ഞാൻ മടങ്ങി വരും യൂണിഫോമിൽ തന്നെ. താൻ നോക്കിക്കോ. എവിടെ പോയാലും ഈ ബാഗ് ഇങ്ങനെ കരുതി വെക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല. ആന്റണി മുറ്റത്തേക്കിറങ്ങി. ഡ്രൈവർ ജീപ്പിന്റെ കീയും എടുത്ത് പിന്നാലെ ചെന്നു. സാർ, ജീപ്പിൽ പോകാം. വേണ്ട ഗോപി, സസ്പെൻഷനിൽ കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്. അയാൾ കാലുകൾ നീട്ടിവെച്ച് നടന്നു. മൂന്നാർ ടൗണിൽ എത്തിയപ്പോൾ ഒരു നിമിഷം ആന്റണി ചിന്തിച്ചു നിന്നു. ഇത്രയുമായ സ്ഥിതിക്ക് DYSP രാജൻ പണിക്കർ സാറിനോട് ഒന്ന് യാത്ര പറയണ്ടേ?
അയാൾ ഒരു ഓട്ടോയിൽ കയറി നേരെ രാജൻ പണിക്കരുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ക്വാർട്ടേഴ്സിന്റെ സിറ്റൗട്ടിൽ ചുരക്കസേരയിൽ ഇരുന്ന് മുന്നിലെ ടീപ്പോയിലേക്ക് കാലുകൾ ഉയർത്തിവെച്ച് മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു രാജൻ പണിക്കർ. മടിയിൽ പത്രവും ഇരിപ്പുണ്ട്. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ടല്ലേ എന്നിനെ. അവനിനി തല പൊക്കത്തില്ല. അത്തരം ഒരു റിപ്പോർട്ടായിരിക്കും ഞാൻ SP സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ സസ്പെൻഷനിലാണേലും ആന്റണിയെ സൂക്ഷിക്കണം. ആ തിരുമൂർത്തിയെയോ മറ്റോ പൊക്കിക്കൊണ്ട് SP മുന്നിൽ കൊണ്ടു നിർത്തി ഉള്ള സത്യം പറയിപ്പിച്ച എന്റെ തൊപ്പിയായിരിക്കും പോകുന്നത്. ജോത്സ്യം വെച്ച് നോക്കിയാൽ പോലും മൂർത്തി എവിടാണെന്ന് കണ്ടുപിടിക്കാൻ അവനെ കൊണ്ട് കഴിയത്തില്ല സാറേ. അപ്പുറത്തു നിന്ന് ലെനിന്റെ ശബ്ദം കേട്ടു. ആട്ടെ, അവനെ എവിടാ ഒളിപ്പിച്ചേക്കുന്നത്? അത് തൽക്കാലം സാറും അറിയണ്ട. കാര്യം മറ്റൊന്നുമല്ല, പോലീസിനെ കണ്ണുമടച്ച് നമ്പിക്കൊടുന്ന ഞാൻ പഠിച്ചിരിക്കുന്നത്. മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെയായി രാജൻ പണിക്കർക്ക്. എങ്കിലും ആ ചമ്മൽ മറച്ചുകൊണ്ട് ആളറിയിച്ചു. അതെന്തുമായിക്കോട്ടെ, വെളുപ്പിന് ഞാൻ മറയൂർ സ്റ്റേഷനിൽ ചെന്നതുകൊണ്ടാ കാര്യങ്ങൾ ഇങ്ങനെ കലാശിച്ചത്. അത് മറക്കണ്ട. സാറ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. ഒട്ടും കുറയ്ക്കത്തില്ല ഞാൻ. അതറിയാം. പിന്നെ നമ്മുടെ കൂടെ നിന്ന പോലീസുകാരുണ്ടല്ലോ, അവരെയും മറക്കരുത്. ഇല്ല. ഗേറ്റിനരികിൽ ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. രാജൻ പണിക്കർ അവിടേക്ക് നോക്കി. ആന്റണി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. രാജൻ പണിക്കരുടെ മുഖമിരുണ്ടു. ലെനിൻ, ഞാൻ പിന്നെ വിളിക്കാം. അയാൾ കാൾ കട്ട് ചെയ്തിട്ട് ഫോൺ ടീപ്പോയിലേക്ക് ഇട്ടു. പിന്നെ പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. ക്വാർട്ടേഴ്സിന് ഉൾഭാഗം തുടച്ചിട്ട് മധ്യവയസ്കയായ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. കാണാൻ ചന്തമുള്ള സ്ത്രീ. അവൾ രാജൻ പണിക്കരെ നോക്കി ചിരിച്ചു. ഞാൻ പോട്ടെ സാറേ. വൈകിട്ട് നേരത്തെ വരണം. അയാൾ ശബ്ദം താഴ്ത്തി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ ഇറങ്ങി നടക്കുമ്പോൾ തൊട്ടു മുന്നിൽ ആന്റണിയെ കണ്ട് ഒന്ന് പരുങ്ങി. പണിക്കര് സാറിന്റെ തൂപ്പും തൊടപ്പും കഴിഞ്ഞോ സരോജിനി? ആന്റണി തിരക്കി. അവൾ വിളറിപ്പോയി. രാജൻ പണിക്കരും ആ ചോദ്യം കേട്ടിരുന്നു. പക്ഷേ പല്ല് കടിച്ച് കേൾക്കാത്ത ഭാവത്തിലിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ആന്റണി സിറ്റൗട്ടിലേക്ക് കയറി. താൻ പുറപ്പെടുകയാകും അല്ലേ? താല്പര്യമില്ലാത്ത മട്ടിലുള്ള ചോദ്യം. സർ, നാളെ കഴിഞ്ഞ് SP സാറിന്റെ മുന്നിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാം. രാജൻ പണിക്കർ പത്രം മടക്കി ടീപ്പോയിലേക്ക് ഇട്ടു. തനിക്കിനി തിരികെ സർവീസിൽ കയറാൻ പറ്റുമോന്ന് എനിക്ക് സംശയമാണ്. അത് സാരമില്ല സർ. കൈക്കൂലി വാങ്ങാതെ എൻ്റെ അച്ഛൻ വാങ്ങിച്ചിട്ട 4-5 ഏക്കർ റബ്ബറുണ്ട് അങ്ങ് നാട്ടിൽ. അത് ടാപ്പ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ശമ്പളത്തിന്റെ 10 ഇരട്ടി കിട്ടും. റബ്ബറിനൊക്കെ ഇപ്പൊ എന്താവില്ല. ഒരുത്തന്റെ വീഴ്പ്പ് പിഴിഞ്ഞു കൊടുക്കുകയും വേണ്ട. രാജൻ പണിക്കരുടെ മുഖം മുറുകി. ആന്റണി, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ സാറിന്റെ കാര്യമില്ല, എൻ്റെ സ്വന്തം കാര്യമാ പറഞ്ഞത്. രാജൻ പണിക്കർ എഴുന്നേറ്റു. താൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. അത് മറന്നു. അയാൾ ബാഗ് തുറക്കുന്നതായി ഭാവിച്ചു. ചന്ദ്രന്റെ മകൾ സുനന്ദയില്ലേ? ലെനിനും മറ്റും ശർക്കര പാനിയിൽ എറിഞ്ഞു വന്ന പെണ്ണ്. അതിന്റെ അന്വേഷണത്തിന്റെ കുറേയേറെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലെനിനെയും തിരുമൂർത്തിയെയും കഴുമരത്തിൽ വരെ കയറ്റാവുന്ന തെളിവ്. അതിനി എന്റെ പക്കൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. സാറിനെ ഏൽപ്പിക്കാമെന്ന് കരുതി. രാജൻ പണിക്കരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. എങ്കിൽ അതിങ്ങ് തന്നോളൂ സർ. ആന്റണി മുറിക്കുള്ളിലേക്ക് കയറി. ഒരു സെറ്റിയിൽ വെച്ച് ബാഗ് തുറന്നു. രാജൻ പണിക്കർ പിന്നാലെ ചെന്നു. ആന്റണി ഒരു ഫയൽ എടുത്ത് DYSPക്ക് നൽകി. തിളച്ചു പൊങ്ങുന്ന സന്തോഷം അമർത്തിക്കൊണ്ട് അയാൾ ആ ഫയൽ വാങ്ങി തുറന്നു. പെട്ടെന്ന് രാജൻ പണിക്കരുടെ കണ്ണുകൾ കുറുകി. മുഖം ചുവന്നു. കുറെ വെള്ളക്കടലാസുകൾ മാത്രം. എന്താടാ ഇത്? മനുഷ്യരെ കളിയാക്കുന്നോ? രാജൻ പണിക്കർ ആ ഫയൽ ആന്റണിക്ക് നേരെ വലിച്ചെറിഞ്ഞു. ആന്റണി തെന്നി മാറി. ഫയൽ ചെന്ന് ഭിത്തിയിലിടിച്ചു. കടലാസുകൾ ചിതറി വീണു. ഞൊടിയിടയിൽ ആന്റണി വാതിൽക്കിലേക്ക് കുതിച്ചു. വാതിലടച്ച് ലോക്ക് ചെയ്തു. രാജൻ പണിക്കർക്ക് അപകടം മണത്തു. ആന്റണി, എന്താ ഇത്? ചുമ്മാ. ആന്റണി കൈമലർത്തി. എന്നെ സസ്പെൻഡ് ചെയ്യിച്ച ആളല്ലേ, യാത്ര പറയാതെ പോകുന്നത് എങ്ങനാ? അയാൾ കനത്ത ചുവടുകളോടെ രാജൻ പണിക്കർക്ക് നേരെ വന്നു. പണിക്കരുടെ കണ്ണുകൾ ഇടം വലം വെട്ടി. ഇത് തരാതെ പോയാ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല സാറേ. പറഞ്ഞതും ആന്റണി കൈവീശി ഒറ്റയടി. കാതിനുള്ളിൽ ഒരു ഇരമ്പൽ മാത്രമേ രാജൻ പണിക്കർ കേട്ടുള്ളൂ. അയാൾ സെറ്റിയിലേക്ക് വീഴ്ച വീണു. കാതിനുള്ളിൽ നിന്ന് ഒരു നനവ് ഇറങ്ങി വരുന്നത് പോലെ തോന്നി. രാജൻ പണിക്കർ കൈകൊണ്ട് തുടച്ചിട്ട് അതിലേക്ക് നോക്കി. ചോര.
എടാ, അലറിക്കൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റു. വേണ്ട, ആന്റണി കൈ ചൂണ്ടി. തൽക്കാലം ഞാൻ ഇതുകൊണ്ട് നിർത്തുക. കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത്. മുന്നോട്ട് അഞ്ഞ പണിക്കർ അങ്ങനെ തന്നെ നിന്നു. ബാഗും എടുത്ത് വാതിൽ വലിച്ചു തുറന്ന് ആന്റണി പുറത്തിറങ്ങി. ചരൽ വിരിച്ച മുറ്റത്തുകൂടി കാലുകൾ നീട്ടിവെച്ച് നടന്നു. അപ്പോൾ ലെനിന്റെ മൊബൈൽ ഇരമ്പി. അവനത് കാതോട് ചേർത്തു. അപ്പുറത്തു നിന്ന് കണ്ടെയ്നർ സാബുവിന്റെ ശബ്ദം കേട്ടു. മുതലാളി, ശിവജി മൂന്നാറിലെത്തി. ലെനിൻ പിടഞ്ഞുണർന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി വീണ്ടും വരാം. നന്ദി.